ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പുളിങ്കറിയാണ് കേട്ടോ. ഇതിൽ ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ കടുക് വറക്കാം. ഈ സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നത് അങ്ങനെ ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് എടുത്തിട്ടുള്ളത്. കടുകിട്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങളിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഒന്ന് അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വാളൻപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം ചേർക്കണം. ഒരു ഗ്ലാസ്സോളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് വേണം കേട്ടോ. അപ്പോൾ പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തിളയ്ക്കാനായിട്ട് വിടുക. ഉപ്പ് ആവശ്യത്തിന് ആ സമയത്ത് ചേർക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് സ്വാദം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. എനിക്ക് അങ്ങനെ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് ഒരു 4 ഞാൻ എടുത്തിട്ടുള്ളൂ. അത് രണ്ടാക്കി മുറിച്ച് കുരുവെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ഈത്തപ്പഴം ഇട്ട് കൊടുത്ത് ഒന്ന് വേവാനായിട്ട് വിടണം. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു 4 ടീസ്പൂണോളം ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി കുറുകി വരുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം.